കോട്ടയം ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളായ ഈരാറ്റുപേട്ട, പാല, പനയ്ക്കപാലം, പടിഞ്ഞാറു മേഖലയിലെ ഇല്ലിക്കൽ, ചെങ്ങളം, തിരുവാർപ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചു. സംസ്ഥാന നേതാക്കളായ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ്, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് MK തോമസുകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രളയമേഖലകളിൽ സന്ദർശനം നടത്തിയത്. നാശനഷ്ടം സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ച സംഘം നഷ്ടം വിലയിരുത്തുകയും ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യാമെന്നും വാഗ്ദാനം ചെയ്തു. ഓണക്കച്ചവടം മുന്നിൽ കണ്ട് പലിശയ്ക്ക് പണമെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നത് ഈ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നും വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ ചെറുകിട വ്യാപാരികളെ സർക്കാർ സാമ്പത്തികമായി സഹായിക്കണമെന്നും അവരെ കൈപിടിച്ച് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പൊതുസമൂഹം ഒന്നാകെ പരിശ്രമിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മുതിർന്ന നേതാവും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മഴക്കെടുതി മൂലം നിരവധിയായ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഞങ്ങളിന്ന് കോട്ടയം ജില്ലയിലെ വിവിധ ദുരിതബാധിത വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അതിനകത്ത് ഇവിടെ ഇപ്പോൾ ഈരാറ്റുപേട്ട വന്നപ്പം 300 കടകളിൽ 30 കോടിയിൽ പരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായിട്ടാണ് പ്രാഥമികമായി വിലയിരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് നഷ്ടമുണ്ടായതിൽ 10,000 രൂപ പ്രാഥമികമായി സഹായിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരിനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എന്നാൽ ഈ 10,000 രൂപ എന്ന് പറയുന്നത് വളരെ അപര്യാപ്തമാണ്. കടയുടെ വലിപ്പം നോക്കി, നഷ്ടത്തിൻ്റെ വ്യാപ്തി നോക്കി മിനിമം 1 ലക്ഷം രൂപയെങ്കിലും വ്യാപാരികൾക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. കൂടാതെ കുറഞ്ഞ പലിശയ്ക്ക് കട പുനഃക്രമീകരിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ലളിതമായ വ്യവസ്ഥയിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് അനുവദിച്ചു നൽകണമെന്നും GST അടച്ച് കടകളിൽ സ്റ്റോക്ക് ചെയ്തത് നഷ്ടപ്പെട്ടത് ആ GST ഇളവനുവദിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെന്റിൽ നിന്നുണ്ടാകണം എന്നതാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഓണത്തിൻ്റെ കച്ചവടം ലക്ഷ്യമാക്കി കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കടം വാങ്ങി കടകളിൽ പതിവിൽ കഴിഞ്ഞ സാധനം സ്റ്റോക്ക് ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. തങ്ങളുടേതായ കുറ്റം കൊണ്ടല്ല ഈ വിഷമം വ്യാപാരികൾ നേരിട്ടിട്ടുള്ളത്. ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഈ ആധുനിക സൗകര്യമുള്ള ഈ കാലഘട്ടത്തിൽ ഉരുൾപൊട്ടലും കാലവർഷക്കെടുതിയും മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അതിൻ്റെ സമീപ പ്രദേശത്ത് വ്യാപാരം ചെയ്യുന്നവർക്കും മറ്റുള്ള ആളുകൾക്കും മുൻകൂറായി അറിവ് നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ടവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം പലപ്പോഴും വർഷങ്ങളായി പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതും മണല് വാരാൻ അനുവദിക്കാത്തതും പുഴയോരങ്ങൾ ഇടിഞ്ഞു വീഴുമ്പം അതിൻ്റെ ഭിത്തി കെട്ടിക്കൊണ്ട് പുഴയെ സംരക്ഷിക്കാൻ നീരൊഴുക്ക് ജലദേശം പുഴയിലൂടെ തന്നെ ഒഴുകാൻ സഹായിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാത്തതാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗവൺമെന്റ് അക്കാര്യത്തിൽ കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഇത്തരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.